ജമ്മു കശ്മീരിൽ വീണ്ടും അസ്വസ്ഥമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഭീകരർ ശക്തമായ രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാനായി ശ്രമിക്കുന്നു. കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യയും തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീകരരുമായിട്ടുണ്ടായ ഈ ഏറ്റുമുട്ടലിൽ മേജർ അടക്കം 4 ഇന്ത്യൻ സൈനികർക്ക് കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിക്കേണ്ടി വന്നിരിക്കുന്നു. ഏറെ വേദനാജനകമായ സംഭവം തന്നെയാണ്. ജമ്മു കാശ്മീരിലെ ദോദ ജില്ലയിൽ ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടയിലായിരുന്നു, ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു ഈ ആക്രമണമുണ്ടായത്. രാത്രി ഏകദേശം ഒരു 9 മണിയോടെ ഭീകരർ ഒളിച്ചിരുന്ന സൈന്യത്തിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഈ അടുത്തായി മേജറായി സ്ഥാനക്കയറ്റം ലഭിച്ച ബ്രജേഷ് ധാപ്പയാണ് വീരമൃത്യു വരിച്ച 4 സൈനികരിൽ ഒരാൾ. ഒരു സൈനികന് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കനത്ത തിരിച്ചടി നൽകാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് നേരെ നടക്കുന്ന 2ാമത്തെ ഭീകരാക്രമണമായി ഇതിനെ നോക്കിക്കാണാവുന്നതാണ്. ഏകദേശം 5 തവണയാണ് ഇതിനു മുൻപ് ആക്രമണം നടന്നിട്ടുള്ളത്. കശ്മീർ താഴ്വര അസ്വസ്ഥമാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഭീകരർ മനഃപൂർവ്വം നടത്തുന്ന ഒരു ശ്രമമായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. കനത്ത തിരിച്ചടി ഉടൻ തന്നെ അവർക്ക് നൽകുമെന്ന സൂചനയും നൽകി കഴിഞ്ഞു. കത്വയിൽ നടന്ന ആദ്യ ആക്രമണത്തിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതിനുശേഷമാണ് വീണ്ടും ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് സൈനികർ സഞ്ചരിച്ച ട്രക്കിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം അവരെ വെടിയുതിർത്ത് കൊലപ്പെടുത്താനായി ശ്രമിക്കുകയായിരുന്നു. ശേഷം തിരിച്ചടി ഉണ്ടായപ്പോൾ, സൈനികർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വനത്തിനുള്ളിലേക്ക് ഓടി ഒളിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമാധാനം പുലരുകയാണ് ജമ്മുവിൽ. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ഭീകരർ ശ്രമിക്കുന്നത്. സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ 32 മാസത്തിനിടയിൽ ഭീകരർ പലതവണയായി നടത്തിയ ആക്രമണത്തിൽ 48ഓളം സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഈ വർഷം തന്നെ ഏകദേശം 10-ലധികം സൈനികർക്ക് ജീവൻ വെടിയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.